അന്നദാനത്തിന് വേണ്ടി 5 ലക്ഷം രൂപയാണ് അവിടെ കൊടുക്കുക. പക്ഷേ പിരിച്ചെടുക്കുന്നത് 5 ഇരട്ടിയാണ്. 25 ലക്ഷം രൂപ പിരിക്കും, 5 ലക്ഷം രൂപ കൊടുക്കും. ഇതായിരുന്നു അയാളുടെ പരിപാടി. സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ, അവിടുത്തെ വലിയ ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിരുന്ന തട്ടിപ്പുകാരനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതൊരു സുനിൽ സ്വാമി, അതേപോലെ ഒരു റെജി, അതേപോലെ ഈ കക്ഷി, ഇവരൊക്കെ അവിടുത്തെ അവതാരങ്ങളായിരുന്ന സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരാണ്. അവർക്ക് അവിടെ വിലസാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ തന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ്. അവിടെ നടക്കുന്നതിനെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പൊ പിടിച്ച പത്മകുമാറിനെ വാസുവൊന്നുമല്ല, ഇവരുടെ അപ്പന്മാരാണ് അവിടെ ഭരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ രാജീവ് ഖണ്ഡയുടെ സാന്നിധ്യത്തിൽ, അത് 2012-13 നോക്കൂ. ആ സമയത്തും വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് ഇയാൾക്കെതിരെ വന്നു. എന്താ സംഭവം അറിയോ? ഇയാൾക്ക് ID കാർഡ് ഇല്ല. ഇയാളെ വിജിലൻസ് പരിശോധിക്കുന്ന സമയത്ത് ID കാർഡ് ഇല്ല. എന്ത് പറഞ്ഞ ID കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഇയാളെ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് പുറത്താക്കുന്നു. പക്ഷെ ഒരു ഒറ്റ വർഷം കഴിഞ്ഞ് 2014 ഇയാൾ വീണ്ടും ഇയാൾ ശബരിമല സന്നിധാനത്തേക്ക് വരികയാണ്. അവിടെ ആ സമയത്ത് ശിവകുമാറുണ്ട്, ജയകുമാറുണ്ട്, MP ഗോവിന്ദൻ നായരാണ്. UDFിന്റെ കാലത്ത് നിയമിതരായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗോവിന്ദൻ നായർ ഇരിക്കുന്ന സമയത്ത് വരുന്നു. സുഭാഷ് വാസുവാണെന്ന് ദേവസ്വം മെമ്പർ. ആ സമയത്താണ് വീണ്ടും അപ്പോൾ നോക്കൂ, ഇന്നാവുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2004, അതിനുശേഷം 2006 ശേഷം 2007 വരുന്നു, പിന്നീട് 2012 വരെ തുടരുന്നു, 2013 പിടിക്കപ്പെടുന്നു, 2014 വീണ്ടും ഇന്നാവുന്നു. അതിനുശേഷം 2015 ഇയാൾ പുറത്തു പോയതിനു ശേഷം കൂടുതൽ ശക്തരായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ, രാഘവൻ, ഇടതുപക്ഷത്തിന്റെ അംഗമാണ് രാഘവൻ. ഇവര് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന സമയത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പോകുന്നതും വരുന്നതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ്. ഇയാൾ കൂടുതൽ സർവശക്തനായിട്ടിരിക്കുന്നത് UDFിന്റെ കാലത്താണ്.